പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമെല്ലാം നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ രാജ്യത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പിന്നിട്ട 5 വർഷക്കാലം കോടിക്കണക്കിന് രൂപയുടെ പുതിയ വികസന പദ്ധതികളാണ് ഈ പ്രദേശത്ത്, ഓരോ പ്രദേശത്തും ഓരോ വാർഡിനകത്തും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് നോക്കാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ച് കോഴിക്കോട് കോർപ്പറേഷനെ ഒന്നായി കണ്ടുകൊണ്ടാണ് വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 4-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന, എരഞ്ഞിക്കൽ വാർഡിൽ നിന്ന്, പുത്തൂർ വാർഡിൽ നിന്നും മത്സരിക്കുന്ന സഖാവ് VP മനോജ് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ നാട്ടിലെ എല്ലാവരിലും, ഈ നാട്ടിലെ എല്ലാ കാലത്തും ഈ നാട്ടിലെ എല്ലാവരിലും ഒരാളായി നിൽക്കുന്ന, കൂടെ ഉണ്ടാകുമായിരുന്ന എന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന സഖാവ് VP മനോജ് എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളിലും സമരങ്ങളിലും യുവജന പോരാട്ടങ്ങളിലും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ കോഴിക്കോട് നോർത്ത് ഏരിയയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുക കൂടി ചെയ്യുന്ന ഒരു സഖാവാണ് VP മനോജ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പ്രദേശത്തെ ഹൃദയ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഏറ്റവും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഹൃദയ പാലിയേറ്റീവ്. അതിൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ മാത്രമല്ല, അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന രൂപത്തിലേക്ക് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുകയാണ് സഖാവ് VP മനോജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സഖാവ് VP മനോജിനെയാണ് ഞങ്ങൾ അഭിമാന പുരസ്സരം ഈ 4-ാം വാർഡിനകത്ത് മത്സരിപ്പിക്കുന്നത്. സഖാവിൻ്റെ അടയാളമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ സഖാവിന് വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ 3-ാം ഡിവിഷൻ എരഞ്ഞിക്കലിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് EP സഫീനയെയും ഇതുപോലെ ഈ പ്രദേശത്തുകാർക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ ഹൃദയ പാലിയേറ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വളണ്ടിയറാണ്, ഒരു പാലിയേറ്റീവ് പ്രവർത്തകയാണ് ഈ EP സഫീന എന്നുള്ളത്. നിങ്ങൾക്കേവർക്കും പരിചിതമുള്ള ഒരു മുഖമാണ്. ഇപ്പോഴും എല്ലാ പ്രദേശത്തും എപ്പോഴും ഉണ്ടാകുന്ന സഖാവ് EP സഫീന. അതേപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ തന്നെ റെസിഡൻസ് അസോസിയേഷനിലെ ഒരു പ്രധാന പ്രവർത്തകയായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഫീന കുടുംബശ്രീ പ്രവർത്തക കൂടിയാണ് എന്ന നിലയിൽ ഈ പ്രദേശത്തിനെല്ലാം സുപരിചിതമായിട്ടുള്ള സഖാവ് VP സഫീനയെയും ഞങ്ങൾ അഭിമാന പുരസ്സരം 3-ാം ഡിവിഷൻ എരഞ്ഞിക്കലിൽ മത്സരിപ്പിക്കുകയാണ്. സഖാവിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി ഈ 2 പേരെയും വൻ ഭൂരിപക്ഷത്തോടുകൂടി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് അയക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.